ബിഗ് ബോസ് സീസൺ 6 അപ്ഡേറ്റ് ആണ്. ഈ വീക്കെൻഡ് എപ്പിസോഡൂടെ കഴിയുമ്പോൾ ടോപ്പ് 5-ൽ ആരൊക്കെയെന്നുള്ള കാര്യം കൺഫേം ആവും. ബിഗ് ബോസിനെ ഓർത്ത് വലിയ സഹതാപമാണ് തോന്നുന്നത്. ഒരു ടോപ്പ് 5-ൽ എത്താൻ മാത്രം ക്വാളിറ്റിയുള്ള വിരലിലെണ്ണാവുന്ന കണ്ടസ്റ്റൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇവരെയൊക്കെ വെച്ചുകൊണ്ട് വേണമല്ലോ ഈ സീസൺ 6-ൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടത്താൻ. ബിഗ് ബോസിൻ്റെ ഒരു ഗതികേട്. ഈ സീസണിലെ ഏറ്റവും ലക്കി കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീതുവാണ്. എന്ത് ഗെയിം കളിച്ചിട്ടാണ് ഈ 85-ാം ദിവസം ഇവിടെ നിൽക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായിട്ട് ഇടാം. ശ്രീധുവിനെ ഒരു കണ്ടസ്റ്റൻ്റായിട്ടെങ്കിലും ആരെങ്കിലും അവിടെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. നോർമലായിട്ടുള്ള ആക്ടിവിറ്റികളിൽ പെർഫോമൻസ് ചെയ്യുന്നുവെന്ന് ഒഴിച്ചാൽ മറ്റൊരു കാര്യത്തിലും യാതൊരു ആക്ടിവിറ്റിയും ഇല്ല ശ്രീധുവിന്. ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണോ ശ്രീധു എന്ന ചോദ്യത്തിന് 100% അല്ലാന്ന് തന്നെ ഉത്തരം പറയാൻ പറ്റും. ശ്രീധു എന്തുകൊണ്ടാണ് ഈ 85 ദിവസത്തോടെ പിടിച്ചു നിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ശ്രീധുവിന് ഒരു ഉത്തരം കാണത്തില്ല. ഒരു കോംബോ വെച്ച് ആരാധകരെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കുറച്ച് കോംബോ ഫാൻസിനെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. ഈ അർജുനും ശ്രീതും തമ്മിൽ മിണ്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ആരോ നിർബന്ധിച്ച് ജയിക്കുന്നവരാ. അതായത് ചിലപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണമെന്ന്. അതിനുവേണ്ടി അങ്ങ് എന്തോ സംസാരിക്കുന്നവരാണ് ചില സമയത്ത് നമുക്ക് തോന്നാറ്. യാതൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സൗഹൃദമാണ് അവർ തമ്മിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ശ്രീതു ഈ 85 ദിവസം അവിടെ പിടിച്ചു നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. മറ്റ് കണ്ടസ്റ്റൻറ്റുകൾ ഗെയിം കളിച്ചു. അപ്പോൾ അവരെ മറ്റുള്ളവർ ടാർഗറ്റ് ചെയ്തു, അവരെ നോമിനേഷനിലിട്ടു. അതിൽ പാളിപ്പോയവരെ ജനം പുറത്താക്കി. ആ വിടവിലൂടെ സ്കൂട്ടായ ആളാണ് ശ്രീതു. കുറച്ച് ക്യൂട്ട്നെസ്സൂടെ വാരി വിതറിയപ്പോൾ നൈസായിട്ട് 85-ാം ദിവസം വരെ ഇങ്ങെത്തി. ബിഗ് ബോസ് ആ ടൈറ്റിൽ വിന്നറിൻ്റെ കപ്പോടെ കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ സീസൺ നല്ല ക്വാളിറ്റിയുള്ള സീസണായി മാറിയാൽ. വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം. ബായ്.